സൂപ്പർ സ്റ്റാർ രജനിയുടെ മാസ് മറുപടിയിൽ കിടുങ്ങി തമിഴകത്തെ രാഷ്ട്രീയ പാർട്ടികൾ. തമിഴ്നാട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായും മത്സരിക്കുമെന്ന് രജനിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഇവിടെ പ്രധാന ചർച്ചാ വിഷയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK പരാജയപ്പെട്ടാൽ തമിഴ്നാട് സർക്കാർ വീഴും. ഇതോടെ സംസ്ഥാനത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. രജനി കളത്തിലിറങ്ങിയാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം തൂത്തുവാരിയാൽ പോലും രജനി ഉണ്ടാക്കുന്ന ബദലിന് മുന്നിൽ അവരും വെള്ളം കുടിക്കും. കനിമൊഴിയെ കേന്ദ്രമന്ത്രിയാക്കി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാനുള്ള DMK നേതാവ് സ്റ്റാലിന്റെ സ്വപ്നങ്ങൾക്കാണ് രജനിയുടെ ഈ നീക്കം വെല്ലുവിളി ഉയർത്തുന്നത്. രാഷ്ട്രീയവും സിനിമയും ഇടകലർന്ന തമിഴകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിക്കാനുള്ള ആരാധക കരുത്ത് രജനിക്കുണ്ട്. സിനിമയിൽ നിന്നും വന്ന MG രാമചന്ദ്രനും ജയലളിതയും മുഖ്യമന്ത്രിമാരായ ചരിത്രം രജനിയിലൂടെ വീണ്ടും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. സ്റ്റാലിന്റെ മകൻ നടനായ ഉദയനിധി സ്റ്റാലിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് വേണ്ടി സജീവമായി പ്രചരണം നടത്തിയിരുന്നു. തന്റെ പിൻഗാമിയായി സ്റ്റാലിൻ കാണുന്നതും ഉദയനിധിയെയാണ്. സ്റ്റാലിനുമായി ഇടഞ്ഞു പുറത്തു പോകേണ്ടി വന്ന സഹോദരൻ അഴഗിരിയാകട്ടെ DMKയിലെ പൊട്ടിത്തെറി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുകയും ചെയ്താൽ DMKയിൽ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. കേന്ദ്രമന്ത്രി പദം ലക്ഷ്യമിട്ട് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ദയാനിധിമാരനും ചെന്നൈയിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. സ്റ്റാലിനുമായി വളരെ അടുത്ത ബന്ധമാണ് ബന്ധുവും സൺ നെറ്റ്വർക്ക് ഉടമ കൂടിയായ ദയാനിധിമാരനുള്ളത്. കരുണാനിധിയുടെ മറ്റൊരു ഭാര്യയിലുള്ള മകളായ കനിമൊഴിയേക്കാൾ പ്രാധാന്യം കേന്ദ്രത്തിൽ തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹമാണ് ദയാനിധിക്കുള്ളത്. ഈ ആഗ്രഹം DMKയിൽ വീണ്ടും ഒരു പൊട്ടിത്തെറിക്ക് തന്നെ കാരണമായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. മുൻപ് സൺ നെറ്റ്വർക്കിന് കീഴിലുള്ള മാധ്യമത്തിൽ വന്ന സർവേയിൽ കുപിതനായ അഴഗിരിയുടെ അണികൾ മധുരയിലെ പത്ര ഓഫീസ് ആക്രമിച്ച് ജീവനക്കാരെ ഉൾപ്പെടെ ചുട്ടുകൊന്നിരുന്നു. സ്റ്റാലിനെ കരുണാനിധിയുടെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടിയ നടപടിയാണ് അഴഗിരി അനുയായികളെ പ്രകോപിപ്പിച്ചിരുന്നത്. തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും ചെറുതല്ലാത്ത സ്വാധീനം അഴഗിരിക്കുണ്ട്. രജനി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതോടൊപ്പം നിൽക്കാനും അഴഗിരിക്ക് ആഗ്രഹമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം തൂത്തുവാരുമെന്ന അഭ്യൂഹം ഉയർന്നതോടെ BJPയും ചില കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മുൻപ് വാജ്പേയി സർക്കാരിനെ പിന്തുണച്ച ചരിത്രം ഓർമ്മപ്പെടുത്തി DMK നേതൃത്വവുമായി ദൂതന്മാർ മുഖേനയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. DMK വഴങ്ങിയില്ലെങ്കിൽ ഒരു വിഭാഗത്തെ പിളർത്തി കൂടെ നിർത്താനും BJP ശ്രമിച്ചേക്കും. നിലവിൽ കോൺഗ്രസും CPMഉം ഉൾപ്പെട്ട മുന്നണിയായാണ് DMK മത്സരിച്ചിരിക്കുന്നത്. കൂറുമാറ്റത്തിൽ പെടാതെ DMK അംഗങ്ങളെ പിളർത്തുന്നത് ശ്രമകരമാകാനാണ് സാധ്യത. എന്നാൽ DMKയിൽ സ്റ്റാലിൻ കനിമൊഴി അധികാര വടംവലി ഉണ്ടായാൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ദയാനിധിമാരന് വലിയ പ്രാധാന്യം കേന്ദ്രത്തിൽ നൽകുന്നതിനോട് വ്യക്തിപരമായി കനിമൊഴിക്കും മുൻ കേന്ദ്രമന്ത്രി A രാജയ്ക്കുമൊന്നും താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കരുണാനിധിയുടെ മരണശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതിനുശേഷം സ്റ്റാലിൻ സ്വീകരിക്കുന്ന നിലപാടുമായിരിക്കും DMKയുടെയും ഭാവി ഇനി നിർണ്ണയിക്കുക. അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയ്ക്ക് തമിഴകത്ത് നിന്നുള്ള 39 സീറ്റുകളിലെ വിധിയെഴുത്ത് കേന്ദ്രമന്ത്രിസഭയുണ്ടാക്കാൻ അനിവാര്യമാണ്. ഇത്തവണയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ലെന്ന് കരുതുന്ന രാഹുൽ ഗാന്ധി തമിഴ്നാടടക്കം മുന്നണിക്ക് വിജയസാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. കർണാടക മോഡലിൽ ഒരു മുൻകരുതൽ ഈ സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കാനാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂറുമാറ്റവും കുതിരക്കച്ചവടവും മുൻകൂട്ടി കണ്ടാണ് ജാഗ്രത. എന്ത് വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കണമെന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്.